ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ ഖൈറിൽ വറാ നബിയ്യിനാ മുഹമ്മദ്. അമ്മാ ബഅദ്. ജവാബ്.com വന്നിട്ടുള്ള ഒരു ചോദ്യം: ജമാഅത്ത് നമസ്കാരങ്ങളിൽ മഅ്മൂം റുകൂഇൽ നിന്ന് ഉയരുമ്പോഴും സുജൂദിൽ നിന്ന് ഉയരുമ്പോഴും എന്താണ് ചൊല്ലേണ്ടത്? പ്രവാചക മാതൃക വിശദീകരിക്കാമോ? സഹോദരങ്ങളെ, ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോൾ മഅ്മൂമുകൾ ഇങ്ങനെ റുകൂഇൽ നിന്ന് ഉയരുന്ന സന്ദർഭത്തിൽ പറയേണ്ടത് റബ്ബനാ വലക്കൽ ഹംദ് എന്നിങ്ങനെയുള്ള പ്രാർത്ഥനയാണ്. അതായത് സഹീഹുൽ ബുഖാരിയിലെ 689 നമ്പർ വചനം, അതിൽ നമുക്ക് കാണാം. മറ്റ് ഒട്ടനേകം ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതിലൊക്കെ പറയുന്നതിൻ്റെ ചുരുക്കമാണ് ഇവിടെ പറയുന്നത്. അതായത് ഇമാമ് റുകൂഇൽ നിന്നും ഉയർന്ന് ഇദാ ഖാല സമി അല്ലാഹു ലിമൻ ഹമിദ, ഇമാമ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫഖൂലു റബ്ബനാ വലക്കൽ ഹംദ്, നിങ്ങൾ അഥവാ മഅ്മൂമുകൾ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറയുക. മഅ്മൂമുകളും എന്ത് ചെയ്യേണ്ടതില്ല? സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയേണ്ടതില്ല. അവർ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറയുക. ഇത് മുത്തഫഖുൻ അലൈഹി ആയി വന്നിട്ടുള്ള സംഗതിയാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇവിടെ റബ്ബന വലക്കൽ ഹംദ് എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ റബ്ബന ലക്കൽ ഹംദ് എന്ന് വന്നിട്ടുണ്ട്, സഹീഹുൽ ബുഖാരിയിൽ തന്നെ ഉണ്ട്. അതുപോലെ അല്ലാഹുമ്മ റബ്ബന ലക്കൽ ഹംദ്, അല്ലാഹുമ്മ റബ്ബന വലക്കൽ ഹംദ്, ഇങ്ങനെ സ്വൽപ്പ വ്യത്യാസത്തോടുകൂടെ വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ചില ഘട്ടത്തിൽ റസൂലുള്ളാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി എന്ന് വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ചില സന്ദർഭത്തിൽ മിൽഉ സ്സമാവാതി വമിൽഉൽ അർളി വമാ ബൈനഹുമാ വമിൽഉ മാ ശിഅത മിൻ ഷൈഇൻ ബഅദു എന്നിങ്ങനെ ദീർഘിച്ച് അല്പം കൂടെ പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ വളരെ വ്യക്തമായി സ്വഹീഹായ നിലക്ക് വന്നിട്ടുണ്ട്. ഇനി സുജൂദിൽ നിന്നുയരുമ്പോൾ ഇമാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ കൊണ്ടാണ് ഉയരേണ്ടത്. മഅ്മൂമുകളും അല്ലാഹു അക്ബർ എന്ന് പറയണം. അത് നിർബന്ധമാണ്. ഇതാണ് ഈ വിഷയത്തിൽ പ്രവാചകന്റെ സുന്നത്തനുസരിച്ച് കൊണ്ട് തന്നെ നമുക്ക് പറയുവാനുള്ളത്. അല്ലാഹു അഅലം. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.